നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പുലർച്ചെ പ്രശ്നത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. ഭഗവാൻ നമുക്ക് പുലർച്ചെ നൽകിയ ആ ഒരു സൂചന തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു അധ്യായം നിങ്ങളുടെ മുന്നിൽ എത്തിയെങ്കിൽ ഉറപ്പിക്കാം, നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരോ അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നവരോ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന നിശബ്ദമായ പോരാട്ടങ്ങളെയും നിങ്ങൾ ആരും കാണാതെ ഒഴുക്കിയ കണ്ണുനീരിനെയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഭഗവാന്റെ ഈ സന്ദേശം നിങ്ങളിലെത്തിയത്. നിങ്ങളുടെ ജീവിതം എന്നത് വെറും യാദൃശ്ചികങ്ങളുടെ ഒരു കൂട്ടമല്ല. ഓരോ സംഭവത്തിനു പിന്നിലും പ്രപഞ്ചത്തിൻ്റെ ഒരു നിഗൂഢമായ ഉദ്ദേശമുണ്ട്. പലപ്പോഴും നാം തളർന്നു പോകുമ്പോൾ, ലോകം നമ്മെ കൈവിടുമെന്ന് കരുതുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു വലിയ ശക്തി നമുക്ക് ചുറ്റും സംരക്ഷണമായി നിൽക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? എൻ്റെ പ്രയത്നങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറക്കി വെക്കുക. അടുത്ത 10 മിനിറ്റ് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിലേക്ക് നോക്കാൻ തയ്യാറെടുക്കുക. നിങ്ങളുടെ പേരുച്ചരിച്ച് നിന്റെ ശക്തി തകർക്കാൻ ശ്രമിച്ച ചില നിഗൂഢ ശക്തികളെക്കുറിച്ചും അതിൽ നിന്നുള്ള നിന്റെ മോചനത്തെക്കുറിച്ചുമുള്ള പരമമായ സത്യമാണ് നാം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പേര് ഉച്ചരിച്ച് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ബാധിക്കാൻ ശ്രമിച്ച ഒരു കർമ്മപ്രവർത്തനം നിങ്ങളുടെ അറിവില്ലാതെ നടന്നിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങൾ സ്വാഭാവികമല്ലെന്ന് നിനക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം. ചില പ്രധാന ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി അകന്നതും, കൂടാതെ മികച്ച അവസരങ്ങൾ അവസാന നിമിഷം കൈവിട്ടു പോയതും, ഒരു കാരണവുമില്ലാതെ മനസ്സിൽ ഭാരവും ആശങ്കയും നിറഞ്ഞതും വെറും യാദൃശ്ചികമല്ല. ഇവയെല്ലാം പരസ്പര ബന്ധിതമായ സംഭവങ്ങൾ തന്നെയാണ്. ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. പക്ഷേ നിങ്ങൾക്കെതിരായ അന്തിമ വിധി ഇതല്ല. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിൽ നിങ്ങളുടെ പുരോഗതിയോട് ഒരു വിരോധം വളർന്നു. തുടക്കത്തിൽ അത് ചെറിയൊരു വികാരമായിരുന്നു. പല ആളുകളുടെയും അവസ്ഥ എന്തെന്നാൽ സ്വന്തം ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരവസ്ഥയാണ്. സ്വന്തം ജീവിതം അവസാന നിമിഷം കൈവിട്ടു പോകുമ്പോഴും നമുക്കെന്ത് സംഭവിച്ചെന്ന് തിരിച്ചറിയാൻ സാധിക്കാറില്ല. അതെല്ലാം ഇത്തരത്തിലുള്ള കഠിനമായ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെയും നെഗറ്റീവ് ക്രിയയുടെയും പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആഭിചാരവും അതുപോലുള്ള പല നെഗറ്റീവ് ക്രിയകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ വലിയ പരാജയത്തിലേക്കും വലിയ അപകടങ്ങളിലേക്കും ചെന്നു കയറുന്നു. എന്നാൽ ഇതൊന്നും ആർക്കും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. കാരണം ഇതെല്ലാം അദൃശ്യമായ കരങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട എത്രയെത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. ചില ആളുകൾ വളരെ വൈകിയെങ്കിലും തിരിച്ചറിയും. നാം കാണുന്ന പല അപകടങ്ങളും അനർത്ഥങ്ങളും സ്വാഭാവികമല്ല. അതിനെല്ലാം പിന്നിൽ അദൃശ്യമായ കരങ്ങളുണ്ട്. പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആരും അതിൻ്റെ പിന്നാലെ പോകുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരം സൂചനകളെ, ഭഗവാന്റെ സന്ദേശങ്ങളെ നാം പരിശോധിക്കുക. എല്ലാം നഷ്ടപ്പെട്ട് ജീവനും ജീവിതവും നഷ്ടപ്പെട്ടതിന് ശേഷം, നമുക്ക് ഒന്നും കഴിയാത്ത വിധം തളർന്നതിന് ശേഷം നാം ഇത് അറിഞ്ഞതിനെക്കുറിച്ചോ പരിഹാരമാർഗങ്ങൾ തേടിയതിനെക്കുറിച്ചോ കാര്യമില്ല. നമ്മുടെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും സുരക്ഷ നമ്മുടെ കരങ്ങളിൽ തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തിയും വഴിപാടുകളുടെ ശക്തിയും കൊണ്ട് തന്നെയാണ് ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അത് കാണുവാനുള്ള സമയവും സന്ദർഭവും നിങ്ങൾക്കുണ്ടായതും ആ ഒരു അനുഗ്രഹവും ചൈതന്യവും നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാവരിലേക്കും ഇത്തരം കാര്യങ്ങൾ എത്തണമെന്നില്ല. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കാണുവാനും ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറുവാനും സാധിക്കും. വലിയ അപകടങ്ങളിൽ നിന്നും വലിയ പ്രതിസന്ധികളിൽ നിന്നും കരകയറി വരുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം. അതെല്ലാം തന്നെ അവരുടെ പ്രാർത്ഥനകളുടെയും അവരുടെ വഴിപാടുകളുടെയും അവരുടെ മനസ്സിൻ്റെ നന്മയും കർമ്മഫലവും എല്ലാം ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ ഉണ്ടാവുമ്പോൾ ഭഗവാൻ നൽകുന്ന അനുഗ്രഹമാണ്. ഈ പ്രപഞ്ചശക്തി അവർക്കൊപ്പമാണ് നിലകൊള്ളുക. മറ്റൊരാളുടെ ജീവിതം തകർക്കണമെന്ന് ആഗ്രഹിച്ച് മറ്റൊരാളുടെ ജീവിതം നശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കൊപ്പം ഒരിക്കലും ഈ പ്രപഞ്ചവും പ്രപഞ്ചശക്തിയും ഒരു ദൈവികമായ ചൈതന്യവും അവർക്കൊപ്പം നിലകൊള്ളുകയില്ല. നിങ്ങളുടെ വളർച്ച തടയാൻ ആഗ്രഹിക്കുന്നവർ മറ്റൊരാളുടെ സഹായം തേടാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തകർന്നു പോയേക്കാം. എന്നാൽ ഈ അറിവ് നിങ്ങൾക്കൊരു വലിയ സംരക്ഷണ കവചമായി തീരും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഇടറലുകൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളെ ശരിയായി തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നേരിട്ട് തകർക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകാൻ അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ അവരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്കെതിരെ തിരിയുന്നവർ തിരിച്ചറിയാതെ പോയൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ദൈവികമായ ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് നിങ്ങളെ ജീവിതത്തിൽ ഇത്രയേറെ സഞ്ചരിക്കുവാൻ സഹായിച്ചത്. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനും ഇത്തരം ദുഷ്ടശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാനുമുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിച്ചത് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാണ്.
ആ ചൈതന്യവും ആ ഐശ്വര്യവും നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ വഴിപാടുകളിൽ ആത്മാർത്ഥത പുലർത്തുക. അതുപോലെ തന്നെ വളരെ പരമപ്രധാനമായ മറ്റൊരു കാര്യമാണ്, നമ്മുടെ കുലദേവതയെ നാം മറന്നു പോവാൻ പാടുള്ളതല്ല. ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇടവമാസം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഉയർച്ചകളിലും താഴ്ചകളിലെല്ലാം നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നത് നിങ്ങളുടെ കുലദേവത തന്നെയാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അവിടെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ആരോ എവിടെയോ ഇരുന്ന് നിങ്ങൾക്കെതിരെ മന്ത്രോച്ചാരണം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ സന്ദേശം നിങ്ങളിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും അതിന് പ്രതിരോധം ഒരുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള ആഭിചാരം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, ദുർമന്ത്രവാദം പോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ പേരും നാളും ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും വരുന്ന ഇടവ സംക്രമ ദിവസവും വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. ഈ ശക്തിയേറിയ പൂജയിൽ പങ്കാളിയാവുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം പ്രയാസങ്ങളെ മറികടക്കുവാനും, അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം, ഇത്തരം ആഭിചാരങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് അത് സഹായിക്കും. കൂടാതെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. അതോടൊപ്പം ഇത്തരം നെഗറ്റീവ് ക്രിയകളാലും നെഗറ്റീവ് ഊർജ്ജത്താലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലെല്ലാം ഉണ്ടാവാം. അവർക്ക് ഇതൊരുപക്ഷെ ഈ ഒരു അധ്യായം അവരിലേക്ക് എത്തണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഈ അധ്യായം കാണുവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാനും സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ പ്രവർത്തനവും തന്നെയാണ് പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെതിരെ ആരൊക്കെ തന്നെ പ്രവർത്തിച്ചാലും, നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കാൻ പ്രവർത്തിച്ചാലും അതിനുള്ള ശിക്ഷ ഈ പ്രപഞ്ചം അവർക്ക് നൽകും. അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും തന്നെയാണ്. അതവരുടെ കർമ്മഫലമാണ്. അതവർ അനുഭവിക്കാതെ കടന്നു പോകുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ തുടർന്നും നേരിൻ്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുക. നിങ്ങളുടെ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് വലിയ വിലയുണ്ട്. അത് ഈ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. നാം പരാമർശിച്ചതുപോലെ സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങൾ ആ ശക്തിയോട് പങ്കുവെക്കുക. കാരണം ആ പ്രപഞ്ചശക്തി എല്ലാം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ തകർച്ചയ്ക്കായി മന്ത്രങ്ങൾ എത്ര തന്നെ അവർ ഉരുവിട്ടാലും അതിനൊന്നും നിങ്ങളെ തളർത്തുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ വരാൻ പോകുന്ന ഇടവമാസം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജലധാരയും മൃത്യുഞ്ജയ ഹോമം പോലുള്ള വഴിപാടുകൾ ചെയ്യുക. അവിടെ അല്പസമയം ഇരുന്ന് നാമജപം നടത്തുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും നിങ്ങൾക്ക് കൂടുതൽ ഭഗവാന്റെ ചൈതന്യം നിങ്ങളിലേക്ക് എത്തുന്നതിനും സഹായിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. മറ്റാരും അതിനായി കടന്നു വരികയില്ല. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ കരങ്ങളിൽ തന്നെയാണ്. ഭഗവാന്റെ അദൃശ്യമായ ഇത്തരം സന്ദേശങ്ങളെ വിലയിരുത്തുക. ജീവിതത്തിൽ വലിയ ദോഷങ്ങളുണ്ട് എങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം ആരാധനാലയങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും. അവിടെ നെഗറ്റീവ് ഊർജത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ അല്പസമയം ചിലവഴിക്കണമെന്ന് നാം പറയുന്നത്. അവിടെ നിങ്ങൾ ചിലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് യുക്തിപൂർണമായ കാര്യങ്ങൾ തീരുമാനിക്കുവാനും നിങ്ങളുടെ അവബോധം ഉണരുന്നതോടെ നിങ്ങൾക്ക് മുമ്പ് ശ്രദ്ധിക്കാതെ പോയ പല സൂചനകളും വ്യക്തമായി കാണാനും തുടങ്ങും. ആരുടെയൊക്കെ സ്വഭാവമാണ് യഥാർത്ഥമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആരെ വിശ്വസിക്കണം, ആരെ ദൂരെ അകറ്റണമെന്ന് വ്യക്തമാകും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം സമാധാനം നിറയും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ കാര്യങ്ങൾ, അതായത് ജോലി, ബന്ധങ്ങൾ പുതിയ രൂപത്തിൽ കൂടുതൽ നന്മയോടെ തിരിച്ചെത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാശത്തിനായി പ്രവർത്തിച്ചവരെ നിങ്ങൾ തിരിച്ചറിയുക മാത്രം ചെയ്യുക. അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ അവർക്കെതിരെ മന്ത്രങ്ങൾ പ്രയോഗിക്കുവാനോ നിങ്ങൾ തയ്യാറാവരുത്. നിങ്ങൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഇരുൾ പരക്കുവാൻ പാടുള്ളതല്ല. മറ്റൊരാളുടെ കണ്ണുനീരിന് നിങ്ങൾ കാരണമാവരുത്. നിങ്ങൾ പ്രകാശം പരത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കുക. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ കൂടുതൽ കരുത്തോടെ മുന്നേറുക. അതുതന്നെയാണ് ഇത്തരം ആളുകൾക്കുള്ള വലിയ തിരിച്ചടികൾ. ഇത്തരം ദുഷ്ടശക്തികൾക്കൊപ്പമാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുക.
കാരണം നെഗറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി കടന്നു വരുമ്പോൾ ആ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടോ എന്ന് തിരിച്ചറിയണമെന്ന് നാം പറഞ്ഞത്. അത്തരത്തിൽ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ക്രിയകൾ ചെയ്യുന്നവരും നിങ്ങളുടെ ജീവിതം തകരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊപ്പമുള്ള നിങ്ങളുടെ ജീവിതം നരകതുല്യം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടെ നിന്ന് മാറുക എന്നതാണ്. അത്തരം വ്യക്തികളെ തിരിച്ചറിയുക എന്നതാണ്. എത്ര വലിയ വേണ്ടപ്പെട്ടവരായിരുന്നാലും എത്ര വലിയ ബന്ധങ്ങളായിരുന്നാലും സ്വന്തം ജീവിതത്തെ കാർന്നു തിന്നാൻ ആർക്കും വിട്ടുകൊടുക്കരുത്. അതിൽ നിന്ന് മോചിതരാവുക. അത്തരം ആളുകളിൽ നിന്ന് സ്വന്തം ജീവിതവും സ്വന്തം കുടുംബത്തെയും സംരക്ഷിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭഗവാൻ ചില സൂചനകൾ നൽകും. നമുക്ക് മുൻപിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പ്രപഞ്ചം നമുക്ക് പല സൂചനകളും നൽകും. പല ആളുകളും അത് അവഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. നിങ്ങൾ ആരെയും ശത്രുവായി കാണരുത്. നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായും ഇരട്ടി ഫലം ലഭിക്കുന്ന നാളുകൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമാക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ പ്രയോഗിക്കുക. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മടിയും അലസതയുമെല്ലാം ഈ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണെന്ന് തിരിച്ചറിയുക. അതിനെ മറികടക്കാൻ ശ്രമിക്കുക. അതിനായി നാം നേരത്തെ പറഞ്ഞ പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. തീർച്ചയായും നിങ്ങൾ ഈ ഇടവമാസം ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇത്തരത്തിൽ കടന്നു വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും നിങ്ങളുടെ ജീവിതം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ തിരിച്ചടികൾ ഭഗവാന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാവും. അകാരണമായി നിങ്ങളെ ആര് വേദനിപ്പിച്ചാലും ഈ പ്രപഞ്ചശക്തി അവർക്ക് തിരിച്ചടികൾ നൽകും. കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവർക്കൊരിടമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേക്കുറിച്ച് ഓർമ്മിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ശത്രു എത്ര വലിയ ശക്തനായിക്കൊള്ളട്ടെ, എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവർ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങൾ തുടർന്നും നന്മകൾ ചെയ്യുക. നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പോലും മറ്റുള്ളവരുടെ നന്മകൾ ചേർക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ തകർച്ചക്കായോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു വ്യക്തി നശിക്കണമെന്നോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തരുത്. അത് നിങ്ങൾക്കു തന്നെ വലിയ തിരിച്ചടിയാവും. നിങ്ങളുടെ പ്രാർത്ഥനകൾ നന്മ നിറഞ്ഞതായിരിക്കണം. ആ പ്രാർത്ഥനകൾക്ക് ദൈവികമായ ചൈതന്യമുണ്ടാവും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ പ്രപഞ്ചശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെല്ലാം നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കരുത്തും ചൈതന്യവും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ആ ചൈതന്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നാളികേരം ഉടച്ച് നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ തടസ്സങ്ങളെയും നീക്കുവാൻ ശ്രമിക്കുക. ഈ ഒരു അധ്യായം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഓം നമഃ ശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.